നമ്മുടെ പെൺമക്കളുടെ നെറുകയിലെ സിന്ദൂരം മായ്ച്ചതിന് ഭീകരർക്ക് ലഭിച്ച ഉചിതമായ മറുപടിയാണിത്. സൈനിക ദൗത്യത്തിന്റെ പേര് കേട്ടപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു. എന്റെ ആത്മാർത്ഥമായ നന്ദി സർക്കാരിനെ അറിയിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂനെ സ്വദേശിയായ സന്തോഷ് ജഗദേലിന്റെ ഭാര്യ പ്രഗതി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്. മെയ് 7 പുലർച്ചെ 1:44 ആരംഭിച്ച 23 മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അടക്കം 9 താവളങ്ങൾ തകർത്ത നീതി നടപ്പാക്കിയെന്ന് ഇന്ത്യൻ സൈന്യം ട്വിറ്ററിൽ പ്രഖ്യാപിക്കുന്നത് പുലർച്ചെ 1:51 അതിനൊപ്പം ഒരു ചിത്രവും ഉണ്ടായിരുന്നു. ചിതറിത്തെറിച്ച സിന്ദൂരത്തിനൊപ്പമുള്ള കറുത്ത പ്രതലത്തിൽ വെളുത്ത ലിപികളാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ ചിത്രം. അതെ, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരവാദികൾ നമ്മുടെ സ്ത്രീകളെ വിധവകളാക്കി. അതിനുള്ള പ്രതികാരമാണിതെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സൈനിക ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭീകരരോട് എന്നെയും കൊല്ലൂ എന്ന് വാവിട്ട് കരഞ്ഞ ഉത്തർപ്രദേശ് സ്വദേശി ശുഭം ദ്വിവേദിയുടെ ഭാര്യയോട് ഭീകരർ പറഞ്ഞത്, ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയൂ, നിന്നെ ഞങ്ങൾ വധിക്കില്ലെന്നാണ്. പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി ഇന്ത്യൻ വധുക്കളെ കണ്ണീർ കടലിലേക്ക് തള്ളിയിട്ട് അവരുടെ നെറുകയിലെ സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ വൈകാരിക മറുപടിയായിരുന്നു അത്, ഓപ്പറേഷൻ സിന്ദൂർ. നിരപരാധികളായ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് അവരുടെ മതം ചോദിച്ച് അവരുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതെല്ലാം നിങ്ങളുടെ സർക്കാരിനോട് പോയി പറയൂവെന്ന് ഭീകരർ ആക്രോശിച്ചു. ഭീകരർ ലംഘിച്ച ചുവന്ന വരകൾക്കെല്ലാമുള്ള മറുപടിയാണിത്. ഭീകരർ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിലിരുന്ന് വിലപിച്ച നവവധു ഹിമാൻഷിയുടെ കൈകളിൽ അപ്പോഴും വിവാഹത്തിനണിഞ്ഞ ചുവന്ന വളകളുണ്ടായിരുന്നു. വെടിയേറ്റ ഭർത്താവിന് വേണ്ടി സഹായം ചോദിച്ച് കരയുന്ന മഞ്ജുനാഥ് റാവുവിന്റെ ഭാര്യ പല്ലവി, ശൈലേഷ് കലാത്തിയയുടെ ഭാര്യ ശീതൾ മുതൽ, ബിദാൻ അധികാരിയുടെ ഭാര്യ സോഹിനി, ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഐശ്വന്യ, സന്തോഷ് ജഗ്ദലെയുടെ ഭാര്യ പ്രഗതി ജഗ്ദലെ തുടങ്ങിയ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഓരോ ഇന്ത്യൻ വധുവിന്റെയും കണ്ണീർ രാജ്യത്തെ ചുട്ടുപൊള്ളിച്ചിരുന്നു. അതിനെല്ലാമുള്ള ചുട്ട മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളെ സർക്കാർ ബഹുമാനിച്ചു. ഞങ്ങളുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്കുള്ള ഉചിതമായ മറുപടി, എന്റെ ഭർത്താവിനുള്ള യഥാർത്ഥ ആദരാഞ്ജലി എന്നെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് ശേഷം ആ ഭാര്യമാർ പ്രതികരിക്കുമ്പോൾ രാജ്യം അവരെ ഹൃദയത്തിലേക്ക് വീണ്ടും ചേർത്ത് പിടിക്കുകയാണ്. അവരുടെ കൈകളിൽ മുറുകെ പിടിച്ച് നിങ്ങൾക്കൊപ്പം ഒരു രാജ്യമുണ്ടെന്ന് വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ മകൾക്ക് നൊന്താൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ലോകത്തോട് ഉറക്കെ പറയുകയാണ്. ഭീകരർക്ക് അർഹിച്ച ശിക്ഷ നൽകിയതിലൂടെ ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ പേര് കർമ്മം കൊണ്ടും അർത്ഥപൂർണമാവുകയാണ്.